രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ സമർപ്പിക്കപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയിലാണെന്ന് കോടതി വിശദമായ വാദം കേട്ടത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഹർജി പരിഗണിച്ചത്. ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരുന്ന പ്രധാന വാദം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചുകൊണ്ട് ഈ കേസിൽ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് വാദിച്ചു. ഏതായാലും കേസിന്റെ വിധി പറയാൻ, മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി പറയാൻ ഈ മാസം 10-ലേക്ക്, അതായത് മറ്റന്നാളത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർബന്ധിത നിയമ നടപടികൾ പാടില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ അറസ്റ്റ് തടയണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അറസ്റ്റ് കോടതി തടഞ്ഞുകൊണ്ട് അങ്ങനെ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞത് നിർബന്ധിത നിയമ നടപടികൾ പോലീസ് എടുക്കരുത് എന്നുള്ളതാണ്. സാങ്കേതികമായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒളിവ് ജീവിതം അവസാനിപ്പിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. ഏതായാലും ഈ കേസിൽ, രണ്ടാമത്തെ കേസിൽ ഒരു ഇമെയിൽ പരാതിയാണ് ലഭിച്ചിരുന്നത്. അതിൽ പരാതിക്കാരുടെ പേരോ വിലാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരും ആരോപണമായി ഉന്നയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള ജി പൂങ്കുഴലി SP പെൺകുട്ടിയെ നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയിൽ കടുത്ത ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. തന്നെ ഒരു സ്ഥലത്തേക്ക്, ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തി തന്റെ എതിർപ്പ് വകവയ്ക്കാതെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ആ ബലാത്സംഗത്തിന്റെ ധ്വനി ഉയർത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. അതിനൊപ്പം തന്നെ പരിക്കേൽപ്പിച്ചു എന്നതടക്കമുള്ള മൊഴിയാണുള്ളത്. ഏതായാലും നിലവിൽ IPC കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്, ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്താവുന്ന ഒഫൻസുകൾ ഈ മൊഴിയിലുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെന്നി നൈനാന് എതിരെയും പരാമർശമുണ്ട്. ഒരുപക്ഷെ അയാൾ കൂടി ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് 10-ാം തീയതി വരും.